125 രൂപ മുടക്കി നമുക്കൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാം. വേറെ കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഒരു 3 കറ്റാർവാഴ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ 3 കറ്റാർവാഴ, ഇതിൻ്റെ ഒരു യെല്ലോ കളർ ഉണ്ടല്ലേ, ആ യെല്ലോ ജെല്ല് പോലത്തെ ഒരു സാധനം വരും. അത് നമുക്ക് കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചൊറിച്ചിൽ കാര്യങ്ങൾ അലർജിയൊക്കെ വരും. അത് നമ്മുടെ സ്കിന്നിന് പറ്റില്ല. അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് ഒരു അരമണിക്കൂർ മുക്കി വെക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി ഇതേപോലെ നല്ല സൈഡിൽ മുള്ളൊക്കെ നല്ലോണം കളഞ്ഞ്, പിന്നെ ഫ്രണ്ട് ഭാഗം കളഞ്ഞ് ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ വടിച്ചാൽ നല്ല സിമ്പിളായിട്ട് പോരും. അങ്ങനെ എല്ലാം ഇതേപോലെ 3 പീസും കട്ട് ചെയ്ത് നന്നായിട്ട് ജെല്ലെടുക്കാം. അപ്പോൾ ഇതേ കറ്റാർവാഴ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കണം. എന്നിട്ട് ഒരു അരിപ്പ വെച്ച് ഇത് ജ്യൂസ് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ 1 സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കണം. എന്നാലേ നന്നായിട്ട് ഇത് അടിയിലോട്ട് പോവുള്ളൂ. ഒരു ഞോളപ്പുള്ളത് കൊണ്ട് നമുക്ക് ഇത് അടിയിലോട്ട് പോകാൻ കുറച്ച് പാടായിരിക്കും. അതിനുശേഷം ഇത് 2 ക്യാരറ്റ് എടുത്താകണില്ലേ, ഈ ക്യാരറ്റിലോട്ട് കറ്റാർവാഴയുടെ ജ്യൂസ് അരിച്ചതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ വെള്ളം ചേർക്കരുത്. ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതിനുശേഷം ആ അരിച്ച മിക്സ് നല്ല കോട്ടൺ തുണിയിൽ ഇതേപോലെ എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. കോട്ടൺ തുണിയിലാകുമ്പോൾ നല്ലോണം പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ സത്ത് മൊത്തം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് കോട്ടൺ തുണി. അരിപ്പനയിൽ നല്ലത് കോട്ടൺ ഇതേപോലത്തെ തുണിയാണ്. അങ്ങനെ നന്നായിട്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് 2 വിറ്റാമിൻ്റെ ക്യാപ്സ്യൂൾ വേണം. വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലോട്ട് 2 വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇടണം. അങ്ങനെ ഇത് നന്നായിട്ട് ഇത് അരിച്ചെടുക്കണുണ്ട്, പിഴിഞ്ഞെടുക്കണുണ്ട്. അങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ദേ ക്യാപ്സ്യൂൾ ഇടാൻ പോണേണ്. വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് വേണ്ടത്. അപ്പോൾ ദേ നമ്മൾ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ചോദിച്ചാൽ കിട്ടും. വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഇടാം, നമുക്ക് നിർബന്ധമില്ല. വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്തായാലും ക്യാരറ്റും കറ്റാർവാഴയും എന്തായാലും ഇടണമുണ്ടല്ലോ. അങ്ങനെ അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊഴിച്ചതിന് ശേഷം വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമ്മുടെ ഹെയറിനും സ്കിന്നിനും നല്ലതാണ്. അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് സോപ്പ് ഉണ്ടാക്കണതിൽ കിടക്കാം. അപ്പോൾ ഞാനിത് മീഷോന്ന് 125 രൂപയ്ക്ക് മേടിച്ചതാണ് സോപ്പ് ബേസ്. നമ്മൾ സോപ്പ് ബേസ് അടിച്ചു കൊടുത്താൽ മതി. ഇത് 2 പീസ് ഉണ്ടായിരുന്നു. ഇതിലൊരു പീസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു പീസ് നമുക്കിനി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇടണം. ഇനി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ പോണേന്. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. എന്നിട്ട് ഈ പാത്രം അതിൻ്റെ മുകളിൽ വെക്കണം. ഇത് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്, നല്ല സോഫ്റ്റാണ്. നമ്മൾ മെഴുകുരുകണ കൂട്ട് നല്ല സിമ്പിളായിട്ട് ഉരുകി പെട്ടെന്ന് അലിഞ്ഞു നോക്കും. അങ്ങനെ അലിഞ്ഞ് നല്ല വെള്ളം പോലെയാവും. അപ്പോൾ അതേ പാത്രത്തിൽ വെള്ളം വെച്ച് ഇനി അത് തിളച്ച് കഴിയുമ്പോൾ ഈ പാത്രം മുകളിൽ വെച്ച് പെട്ടെന്ന് അലിഞ്ഞിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി നമുക്കിത് അലിഞ്ഞിട്ടാനായിട്ട്. അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞ് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് എന്തായാലും വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് ഒഴിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മോൾഡ് മേടിച്ചിട്ടുണ്ട്, സോപ്പ് ഉണ്ടാക്കണ മോൾഡും. അതും ഓൺലൈനായിട്ട് മീഷോ ഒന്ന് മേടിച്ചതാണ്. 100 സംതിങ് റേറ്റേ ഉള്ളൂ. ഞാനിതിലാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ രീതിയില്ലെങ്കിൽ വല്ല പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കറിപ്പാത്രമോ അങ്ങനെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതായാലും മതി. അപ്പം എനിക്കിതിൽ 6 എണ്ണത്തിലും ഒഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൂടി ഉണ്ടായിരുന്നു. അത് ഞാനൊരു പാത്രത്തിൽ, നമ്മൾ ഈ മോൾഡ് സിലിക്കണ്ട മോഡായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും.
നമ്മൾ പാത്രത്തിലാണ് വെക്കണമെങ്കിൽ കുറച്ച് ഒന്ന് വെളിച്ചെണ്ണ തടകിയിട്ട് വേണം ഇതൊഴിക്കാനായിട്ട്. അപ്പം ഞാൻ ദേ എല്ലാം ഒഴിച്ചു. പിന്നെ ഒരു ചെറിയ പാത്രം എടുത്ത് ദേ വെളിച്ചെണ്ണയും തടകി ബാക്കിയുള്ളതും കൂടി ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് 3-4 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്കിത് വല്ല ബിസിനസ്സായിട്ട് കൊണ്ടെടുക്കാനാണെങ്കിൽ ഇതേപോലെ മോൾഡൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് പുറത്ത് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എസൻസ് കാര്യങ്ങൾ സ്മെല്ലിനൊക്കെ വേണ്ടി കളറൊക്കെ വേണമെങ്കിൽ കുറച്ചൊക്കെ ആഡ് ചെയ്യാം. അപ്പം പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് സ്റ്റാൻഡേർഡിൽ കൊടുക്കണമല്ലോ. അപ്പോൾ അത് ഇനി ഒരു 5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അതിക്ക് മുമ്പേ തന്നെ സെറ്റാവും, പക്ഷെ ഞാൻ എടുത്തൊരു 5 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ അത് ഈ സോപ്പ് സെറ്റായി അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ മേടിക്കണം അതേ സോപ്പ് പോലെ. പിന്നെ കുറച്ച് സോഫ്റ്റ്നെസ് ആണെന്ന് തോന്നുന്നു, കാരണം നമ്മൾ സാധാ മേടിക്കുന്ന സോപ്പ് കുറച്ച് ഹാർഡായിട്ട് എനിക്ക് തോന്നുന്നു. അതിനും കുറച്ച് സോഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.